രാഷ്ട്രീയ പ്രവർത്തകൻ ലോഡ്ജിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതായി ട്രാൻസ് വുമണിന്റെ പരാതി. 3 വർഷം മുമ്പാണ് ദുരനുഭവം നേരിട്ടതെന്നും തന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് പ്രതിയാക്കിയ കാളിക്കാവ് സ്വദേശി റഹ്മത്തുള്ളയെ അറസ്റ്റ് ചെയ്യണമെന്നും ട്രാൻസ് വുമൺ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ട്രാൻസ് വുമണായി മാറിയ സമയത്ത് വീട്ടിൽ നിന്നുള്ള അവഗണനയിൽ തനിക്കുണ്ടായ പ്രയാസം മനസ്സിലാക്കി സഹായിക്കാനെന്ന രീതിയിലാണ് റഹ്മത്തുള്ള തന്നെ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചതെന്നാണ് ആരോപണം. മണ്ണാർക്കാട്ടേക്ക് വിളിപ്പിച്ച് ഒരു ലോഡ്ജിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ വെച്ച് തന്റെ സമ്മതമില്ലാതെ ലൈംഗികമായി ഉപദ്രവിച്ചു. അതിനിടെ അദ്ദേഹത്തിന് ഒരു കോൾ വന്ന സമയത്ത് താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ട്രാൻസ് വുമൺ പറഞ്ഞു. എന്നാൽ തന്നെ ഉപദ്രവിച്ച വ്യക്തിയെക്കുറിച്ച് തനിക്ക് യാതൊരു വിവരവുമില്ലാതിരുന്നതിനാൽ താൻ അന്ന് പരാതിപ്പെട്ടില്ല. ഇതിനിടെ അദ്ദേഹം NCP അജിത് പവാർ വിഭാഗം സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ആളെ മനസ്സിലാക്കിയത്. തുടർന്ന് അദ്ദേഹത്തിനെതിരെ ആദ്യം മലപ്പുറം SP-ക്കും തുടർന്ന് മണ്ണാർക്കാട് പോലീസിനും പരാതി നൽകുകയായിരുന്നു. എന്നാൽ പരാതി നൽകി 1 മാസം പിന്നിട്ടിട്ടും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പ്രതിക്കെതിരെ ഉടനെ നടപടി സ്വീകരിക്കണമെന്നും ട്രാൻസ് വുമൺ ആവശ്യപ്പെട്ടു. ഇവിടെ മണ്ണാർക്കാട് എന്നെ ഒരു ആൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. പക്ഷെ അത് അയാൾ എനിക്ക് സ്ട്രൈൻ ചെയ്യാം. ഓക്കെ, അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയി എന്ന് പറഞ്ഞിട്ട് അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് ഒരു നടപടി പിന്നീട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഒരു ഇതും കിട്ടിയില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇതിനു വേണ്ടി കുറേ ഓടി, പക്ഷെ ഒന്നും ആയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പത്രത്തിൽ പറഞ്ഞു എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട്. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എൻ്റെ നീതി കിട്ടണ്ടേ. പോലീസാണെങ്കിൽ പിന്നീട് ഒരു നടപടി എടുത്തും ചെയ്തില്ല. അപ്പം അതായിരുന്നു. ഇല്ല മുൻകൂർ ജാമ്യത്തിൽ പോയി, അപ്പം ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർ. അത്രമാത്രം. ഉണ്ട്. ഒന്നും പറഞ്ഞില്ല, ഇത്രയേ പറഞ്ഞു. അത്ര മാത്രമേ പറഞ്ഞു, അല്ലാണ്ടൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ വിളിച്ചിട്ട് അയാൾ എന്നെ ലോഡ്ജിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന്. ഞാൻ കൊടുത്ത പരാതി അതായിരുന്നു. അതെ എന്നെ ഹെൽപ്പ് എനിക്ക് ഷെൽട്ടർ തരാം, അതായത് വീടൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ കൊണ്ടുപോയതായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അയാൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ്. ഒന്നും തന്നില്ല. എനിക്കൊന്നും പിന്നീട് ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്യാനൊന്നും ചെന്നില്ല. അതായത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അവിടുന്ന് പോരുക ചെയ്തത്. പിന്നീട് ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല. ഞാൻ അയാളെ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല. അതേസമയം തനിക്കെതിരായുള്ള ആരോപണം വ്യാജമാണെന്നും പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്നും റഹ്മത്തുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്ക് രാഷ്ട്രീയമായി നിരവധി എതിരാളികളുണ്ട്. തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പരാതിയിൽ ചിലർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പീഡന പരാതി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും റഹ്മത്തുള്ള പറഞ്ഞു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാലോ, രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ അതിൻ്റെ അർത്ഥം? അതന്നെ എന്നെ ഇപ്പോൾ ഞാനിപ്പോൾ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പരാതികൾ കൊടുത്തു. മാസ് പെറ്റീഷൻ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ. മാസ് പെറ്റീഷൻ ഉണ്ടാക്കിയതാരാ? 4 ആൾ കൂടിയിട്ട് കാളികാവിലെ പഴയ പാലം പുതുക്കിപ്പണിയണം, ആവശ്യമാണ്. പക്ഷേ ഈ ഒപ്പുശേഖരണം നടത്തിയിട്ട് ഈ ഒപ്പുശേഖരണത്തിൻ്റെ ഈ പെട്ട ആളുകളൊന്നും ഇവർക്ക് അറിയില്ല ഈ സംഭവം. എൻ്റെ അടുത്തുള്ള അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ ഒപ്പിട്ട ആളുകളൊക്കെ നോട്ടറി വക്കീൽ മുഖാന്തരം ഒപ്പുശേഖരണം നടത്തി ഈ ഒപ്പ് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും വ്യാജമായി ഇടിച്ചതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഫിഡവിറ്റ് നമ്മളെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തതാണ്. NCP സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. NCP നിലമ്പൂരിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരാൾ അജിത് പവാർ പക്ഷം NCPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനം പാർട്ടി നടത്തിയിട്ടുണ്ട്. അത് ആരാണ് എന്താണ് എന്നുള്ള തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. പാർട്ടി തീരുമാനിക്കും. എന്തായാലും അടുത്ത ബൈ ഇലക്ഷനിൽ NCP അവിടെ മത്സരിക്കും. നിലമ്പൂർ
ഒരു പരിചയമില്ല. ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കോടതിയിൽ നിൽക്കായതുകൊണ്ട് കോടതിയും പോലീസും നിലവിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അക്കാര്യത്തിൽ പ്രതികരണം ഇല്ല. കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് പ്രതികരിക്കാൻ പറ്റില്ല. പക്ഷെ അവർ നിങ്ങളെ റേപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കോടതി തീരുമാനിക്കട്ടെ, കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. പക്ഷെ ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എങ്ങനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ അല്ലല്ലോ. ട്രാൻസ്ജെൻഡർ ആണ് ഒരു അങ്ങനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലീസിന് കേസെടുത്തേ പറ്റുള്ളൂ. ജാമ്യന്റെ വകുപ്പുകളുണ്ട്. താങ്കൾ ജാമ്യം ലഭിക്കും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയിലും പോയിരിക്കുകയാണ്. അപ്പൊ ഇത്തിരി ഗൗരവമുള്ള വിഷയമല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്ന ഒന്നാണ്. അല്ല, അതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ എൻ്റെ എതിർ കക്ഷികൾ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അജിത് പവാർ പക്ഷത്തിൻ്റെ ആളാണ്. അജിത് പവാർ പക്ഷത്തിൻ്റെ എന്നെ മുഹമ്മദ് കുട്ടി നേതൃത്വം കൊടുക്കുന്ന NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മാത്രമല്ല ഈ വരുന്ന 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാർട്ടിയുടെ നയപരിപാടികൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ജാഥയുമായി ബന്ധപ്പെട്ടും മറ്റും അതിൻ്റെ മുഖ്യമായ പിന്നെ ഈ ജാഥയുടെ നടത്തിപ്പുകാരനാണ്. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഒക്കെ ഈ ഭാഗത്ത്, അതായത് മലബാർ ഭാഗത്ത് എനിക്കാണ് ചാർജുള്ളത്. മാത്രമല്ല ഇവിടെ അജിത് പവാർ പക്ഷവും ശരത് പവാർ പക്ഷമുണ്ട്. ഈ ശരത് പവാർ പക്ഷക്കാർ കുറേ കാലങ്ങളായിട്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ ഇവരിൽ പെട്ട ചില ആളുകൾ, തുടക്കത്തിൽ ഞാൻ ഈ മുമ്പ് AK ശശീന്ദ്രൻ PC ചാക്കോ പ്രസിഡൻ്റായിരുന്ന NCPയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ആ സമയത്ത് നടന്ന എന്നെ മുഹമ്മദ് കുട്ടി മത്സരിച്ച ആ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ആ താഴെ തട്ട് മുതലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിൽ ജനാധിപത്യ രീതിയിലല്ല കാര്യങ്ങൾ നടന്നത് എന്ന വിമർശനവുമായി ഞങ്ങളെല്ലാവരും മുന്നോട്ട് വന്നതാണ്. ആ വിഷയത്തിലാണ് പ്രത്യേകിച്ച് ശരത് പവാറിൻ്റെ പക്ഷക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ എനിക്കെതിരെ വ്യാജമായ പ്രചരണങ്ങൾ നടത്തി വരുന്നത്. മാത്രമല്ല എൻ്റെ പ്രാദേശികമായിട്ടും കുറച്ച് ആളുകൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മകളെ ആക്രമിച്ച ഒരു കേസ് പോക്സോ കേസായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലെ പ്രതിയും മറ്റും ചേർന്നുകൊണ്ട് കുറേ കാലങ്ങളായിട്ട് നിരന്തരം പരാതികൾ കൊടുക്കുകയും ആ പരാതികളൊന്നും ഏശാതെ വന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടുള്ളത്. MTN ന്യൂസ്, മലപ്പുറം. ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് 2024 ഡിസംബർ 14 മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ, വെഡ്ഡിംഗ് ഗാല. കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ, ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തിണക്കിയ ലെഹങ്ക, സാരികൾ, ചോളി, ചുരിദാർ, കുർത്തികൾ, ഒപ്പം ഇമ്പോർട്ടഡ് വെഡ്ഡിംഗ് പർദ്ദകൾ, ഗൗണുകൾ, കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ്, വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, കോട്ടയ്ക്കൽ.